നമ്മുടെ ലൈഫിൽ നമുക്ക് പലപ്പോഴും ലക്ഷ്യത്തിലെത്താൻ പറ്റാതെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിലെത്താൻ പറ്റാതെ പോകുന്നത് ഫോക്കസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലൊന്നാണ്. അത് നമുക്ക് പ്രൊഡക്ടിവിറ്റിക്ക് ആണെങ്കിലും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് വരാനാണെങ്കിലും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് നല്ല ഫോക്കസ് ആവശ്യമാണ്. ബ്രൂസ്ലിയുടെ ഒരു വാചകമുണ്ട്, ദ സക്സസ്ഫുൾ വാരിയർ ഈസ് ദ ആവറേജ് മാൻ വിത്ത് ലേസർ ലൈക്ക് ഫോക്കസ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറിയിലേക്ക്, അല്ലെങ്കിൽ ആവറേജിൽ നിന്ന് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുന്നത് ഈ ഫോക്കസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഈ ഫോക്കസിലൂടെ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. ഫോക്കസ് നശിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ മാറ്റണം. ഒന്നാമത്തെ കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ് പലതരത്തിലുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻസിലൊന്ന്. മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കാണുമ്പോൾ പോലും നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യാനിരിക്കുമ്പോഴോ, വർക്ക് ചെയ്യാനിരിക്കുമ്പോഴോ, പഠിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ മൊബൈൽ ഫോൺ മറ്റൊരു മുറിയിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പെടാത്ത രീതിയിൽ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഫോക്കസ് മോഷ്ടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ചില വിവരങ്ങൾ, അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ചില നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് നമ്മുടെ ഫോക്കസ് എടുത്തു മാറ്റും. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കിനെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന എല്ലാം സത്യത്തിൽ ഒരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാസ്റ്റും ഫ്യൂച്ചറും പലപ്പോഴും ഒരു ഡിസ്ട്രാക്ഷനായിട്ട് മാറാനുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിരിക്കുന്നതും, വരാനിരിക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിരുന്ന് സ്വപ്നം കാണുന്നതൊക്കെ ഒരു വലിയ ഡിസ്ട്രാക്ഷനായിട്ട് മാറാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ് ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പ്. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ക്വാളിറ്റി, നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയാണ് സത്യത്തിൽ തീരുമാനിക്കുന്നത്. സ്റ്റഡീസിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്, ഉറക്കത്തിൻ്റെ കുറവ് മൂലം നമ്മുടെ മൈൻഡിൻ്റെ അലേർട്ടായിട്ടിരിക്കാനുള്ള കഴിവ് കുറയും, നമ്മുടെ ചിന്തിക്കുന്നതിൻ്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യും, അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അന്നത്തെ ദിവസം കടന്നുപോയ മുഴുവൻ കാര്യങ്ങളെയും ബ്രെയിൻ കോഡീകരിച്ച് ക്രമീകരിക്കുന്നത് ഉറക്കത്തിൻ്റെ സമയത്താണ്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി, നമ്മുടെ പ്രൊസസ്സറും ഒക്കെ കൂൾ ഡൗൺ ചെയ്യുന്നതും ഈ ഒരു സമയത്ത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇൻസഫിഷ്യൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ ശരീരം ശരിക്കും അനങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരുന്നാൽ, ദിവസം മുഴുവനും വെറുതെ ഇരുന്നാൽ നമ്മുടെ എനർജി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് വരാൻ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടുന്നു, നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾ ആക്ടിവേറ്റഡ് ആകുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റഡ് ആകുന്നു. ഒരു ബോർഡത്തിൽ നിന്ന്, അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുന്ന, മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ ശരീരം പെട്ടെന്ന് എഴുന്നേൽക്കാൻ തുടങ്ങും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എക്സസൈസുകളുടെ ഒരു പ്രധാന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡോർഫിൻസ് റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ടാണ് എക്സസൈസസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ, ഈറ്റിംഗ് ഹാബിറ്റ്സ്. നമ്മൾ നല്ല ഇന്ധനം ഒഴിക്കുമ്പോൾ എഞ്ചിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മുടെ ബോഡി ഡ്രൈ ആയി പോകാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ പോലും 85% വെള്ളമാണ്. ഈ വെള്ളമാണ് ഒരു പരിധിവരെ നമ്മുടെ ബ്രെയിനിന് പ്രവർത്തിക്കാനുള്ള എനർജി കൊടുക്കുന്നത്. അതുപോലെ ഫാറ്റി ആസിഡ്സ് നന്നായിട്ടുള്ള ഫുഡും നമ്മൾ കഴിക്കണം. ഈ ഇലക്കറികളും പച്ചക്കറികളും എല്ലാം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അഞ്ചാമത്തെ കാര്യമാണ് എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടുകൾ. നമ്മളായിരിക്കുന്നതിന് ചുറ്റും, നമ്മുടെ ചുറ്റും എന്താണ്, നമ്മുടെ മേശപ്പുറത്ത് എന്താണ്, നമ്മുടെ മുറിയിൽ എന്താണ്, ഇത് പലപ്പോഴും നമ്മുടെ ഫോക്കസിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൂഡിൻ്റെ ഒരുപാട് ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുകളാണെന്ന് നമുക്കറിയാം. നമ്മുടെ മുറിയിൽ ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. നമ്മളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഒരു വൃത്തിയിലും ഒരു അടുക്കലും ചിട്ടയിലും ഒക്കെയാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ആവശ്യമില്ലാതെ നമ്മുടെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മേശപ്പുറത്ത് നിന്ന് മാറ്റിവെക്കുക. നമ്മൾ അധ്വാനിക്കുന്നിടത്തുനിന്ന്, അല്ലെങ്കിൽ പഠിക്കുന്നിടത്തുനിന്ന്, അങ്ങനെ നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എവിടെ ഇരുന്നാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ബ്രെയിൻ അസോസിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിന് നമ്മുടെ ശരീരത്തെ പഠിക്കാനുള്ളൊരു മൂഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫോക്കസ് വലിയ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോക്കസ് കളയുന്ന ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഡിസ്ട്രാക്ഷൻസ് ജീവിതത്തിൽ നിന്ന് മാറ്റുക. രണ്ടാമത്തെ കാര്യം ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പ്, നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം കൊണ്ടുവരിക. മൂന്നാമത്തെ കാര്യം ഇൻസഫിഷ്യൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി. നാലാമത്തെ കാര്യം നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ് ശരിയാക്കുക. അഞ്ചാമത്തെ കാര്യം ക്രിയേറ്റ് എ ഗുഡ് എൻവയോൺമെൻറ്റ്.